റോജ, പ്ലാൻ 63 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് വേണ്ടി സതീശനുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ്. ഇതിനകത്ത് ആർക്കും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ടില്ല, ആരും മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള പ്രവർത്തനം വേണമെന്നാണ് പറയുന്നത്. ഇതിലെന്തിനാണ് കോൺഗ്രസിലൊരു പ്രകോപനം? അല്ല, ഈ പ്ലാൻ 63 എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാർ അവരതിനെ ആവിഷ്കരിച്ച പരിപാടിയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ടാണ് ഈ പ്ലാൻ 63യെ കുറിച്ച് ഇപ്പോൾ ഈ അലമ്പുണ്ടാക്കുന്നത്. അതായത് 2024 ആ തുടക്കത്തിൽ, അതായത് 2023 അവസാനത്തിലോ വയനാട്ടിൽ ചേർന്ന ചിന്തൻ ശിബിരത്തിലാണ് തീരുമാനമെടുത്തത്. മിഷൻ 25 എന്ന് പറഞ്ഞ, അതായത് അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഒരു വർഷം മുമ്പേ ഉള്ള പ്രോജക്റ്റുകൾ ആരംഭിക്കണമെന്ന് പറഞ്ഞ് ചുമതല ഏൽപ്പിച്ച ആളാണ് സതീശൻ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ അല്ലെങ്കിൽ KPCC ആവിഷ്കരിച്ച ഒരു പദ്ധതിയെക്കുറിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ അടി തുടങ്ങുന്നത്. ഇതാദ്യമായിട്ട് കേൾക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം, ഇത്ര സീറ്റിൽ ജയിക്കണം എന്ന് പറയുന്ന ഒരാളെ എടുത്ത് കമത്തി അടിക്കാൻ പോകുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിലല്ലാതെ ഈ ദുനിയാവിൽ വേറെ അങ്ങ് ഇതുപോലെ നടക്കത്തില്ല. അപ്പോൾ അതാണ്, അതായത് സ്വന്തം കപ്പൽ മുക്കാനുള്ള പണിയാണ് ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കൾ ഈ പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. 10 വർഷമായി അധികാരത്തിന് പുറത്താണ്, നായലയെന്ന പോലെ ഇതുവഴി അലയുകയാണ്. അധികാരവും ഇല്ല, ഒന്നുമില്ല, കേന്ദ്രത്തിലുമില്ല, സംസ്ഥാനത്തുമില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ സതീശൻ്റെ ഭാഗത്തു നിന്ന് എന്താണ്, സതീശൻ ഇങ്ങനെ സർവേ നടത്തിയിട്ടില്ല എന്ന് സതീശൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. സതീശൻ പറയുന്നത് 65 മുതൽ 70 വരെ 90 സീറ്റാണ് സാധാരണയായി കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു 60-65 സീറ്റിൽ ജയിച്ചാൽ മാത്രമേ കംഫർട്ടബിളായിട്ട് ജയിച്ച് ഒരു ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഞെങ്ങി ഭരണം നടക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്, നമുക്ക് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന 60-65 വരെയുള്ള സീറ്റുകളെ ലക്ഷ്യമാക്കി ഒരു വർഷം മുമ്പ് തന്നെ പാർട്ടി, ഒന്നാമതേ കാര്യം പാർട്ടിക്ക് സംഘടനാ സെറ്റപ്പ് ചട്ടക്കൂടുകളൊന്നുമില്ല. അപ്പോൾ ബൂത്ത് തലം മുതൽ പാർട്ടിയെ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആൾക്കാരെ സജ്ജരാക്കുക, പാർട്ടി പ്രവർത്തകരെ സജ്ജരാക്കുക, ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക, മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക, അതുപോലെ തന്നെ വോട്ടർമാരെ ചേർക്കുക, വോട്ടർമാരുടെ അടുത്തേക്ക് സമീപിക്കുക. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കപ്പൽ മുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് ഇപ്പോൾ പോലും ഈ പാഠങ്ങളൊന്നും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇവർ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനകരമായ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കരയ്ക്കിരുന്ന് കളി കാണുന്ന ഒരു സ്ഥിതിയിലാണ്. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെല്ലാം ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ്. ഇവിടുന്നാണ് ആകെ എണ്ണിച്ചുട്ടപ്പം പോലെ 5-6 പേരെ ഈ പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MPമാർ ജയിച്ചു വന്ന ചെറിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു സംസ്ഥാനം ഇതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഭരണം തിരിച്ചു പിടിക്കണമെന്നൊരു നേതാവ് പറയുമ്പോൾ അതിനെ അട്ടിമറിയുക, ഞങ്ങളോട് ആലോചിച്ചില്ല, ഞങ്ങളോട് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരുടെ താല്പര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇവർക്ക് ഭരണം തിരിച്ചു പിടിക്കാനുണ്ടോ, അതോ പിണറായി വിജയനോട് എന്തെങ്കിലും ഇവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ടോ, വീണ്ടും ഒരു തുടർഭരണം കൊടുക്കാൻ വേണ്ടിയുള്ള ധാരണയുണ്ടോ? ഇതൊക്കെയാണ് ഒരുപാട് സംശയങ്ങൾ. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇത് ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ? ഭരണം നമുക്ക് തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി 10-70 സീറ്റുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതെന്നും മഹാപാതകമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ, ഈ നേതാക്കന്മാർ കാണുന്നു എന്നാണ് ഈ അനുഭവങ്ങൾ പറയുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിന് വിവേകമുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ ഇങ്ങനെ അലമ്പുണ്ടാക്കുന്ന നേതാക്കന്മാരെ ഒന്നിൽ പുറത്താക്കുക, അല്ലെങ്കിൽ അവരോട് മിണ്ടാതിരിക്കാൻ പറയുക. എന്നിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. ജനങ്ങളുമായിട്ട് ആശയ സംവേദനം നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ജനപിന്തുണയുള്ള നേതാക്കന്മാരെ കണ്ടെത്തി നിങ്ങൾ അവരെ അണിതേൽപ്പിക്കുക. ഇതുപോലെയുള്ള കടൽക്കിഴവന്മാരെ, ഒരു പണിയില്ലാതിരിക്കുന്നവരെ കൊണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുമായി ആശയവിനിമയം നടത്താനും പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ചലിക്കാൻ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഇത് വണ്ടി ഓടാൻ തുടങ്ങിയാലേ നിങ്ങൾക്ക് അധികാരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം കിട്ടുന്ന പ്രശ്നമില്ല. ജനങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ പോലും അതിനെ അട്ടിമറിക്കുന്ന ഒരു കൂട്ടരായിട്ടുള്ള ആൾക്കാരാണ് കത്തിയിലാകി കയറി നിൽക്കുന്നത്. ഈ ഹൈക്കമാൻഡ് സതീശനോട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പ്രശ്നം കേരളത്തിലെ നേതാക്കൾക്കാണ്. അപ്പോൾ അത് സതീശനെ ഒതുക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റുമോ? അല്ല, അതാണ് ഇത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഈ അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഈ അസൂയ മൂത്ത ചില കടൽക്കിഴവന്മാരാണ് എപ്പോഴും ഈ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും, ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിലായി. ഹരിയാനയിൽ എന്താ സംഭവിച്ചത്?
ഭൂപീന്ദർ ഗൂഡ എന്ന് പറയുന്ന പിന്നെ 10-75 വയസ്സായ ഒരു നേതാവിൻ്റെ സ്ഥാപിത താല്പര്യമാണ് കൊണ്ടാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ നിന്ന് പുറത്തു പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ എല്ലാം നേട്ടം കൊയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വീതം കിട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സംഘമുണ്ട്. ഇവർ പണിയെടുക്കത്തില്ല. പണിയെടുക്കുന്നവരെ പിന്നെ അത് അട്ടിമറിക്കാനുള്ള പണികളാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കുക, 2006 മുതൽ കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മഹാദാനം കൊണ്ടാണ് 2011 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ 5 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞത്. അത് നോക്കിക്കേ. അതൊഴിച്ചാൽ ബാക്കി മുഴുവൻ സമയങ്ങളിലും 2006 മുതൽ ഈ പാർട്ടി പുറത്താണ്. ആന്റണി അധികാരത്തിൽ നിന്ന് 2005 പുറത്താകുമ്പോൾ കോൺഗ്രസിന് 62 MLA-മാരുണ്ടായിരുന്നു. അതാണിപ്പോൾ വന്ന് 21 ഈ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് 21-22 അപ്പുറത്തേക്ക് ഇത് പോയിട്ടില്ല. അപ്പോൾ 21 പേരെയും കൊണ്ട് വെച്ച് ഭരണം പിടിക്കാൻ പറ്റുമോ? ഭരണം പിടിക്കണമെങ്കിൽ 10-60 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതാണ് സതീശൻ. സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ബാധ്യത ഉണ്ടല്ലോ, ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലെ നിന്നതല്ലേ, എന്നിട്ട് പറ്റിയോ? അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ നിർണ്ണയിക്കുക, പാർട്ടിയുടെ സ്ട്രക്ചറിനെ പുനഃസംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് സതീശൻ വിഭാവനം ചെയ്ത് പാർട്ടിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നീക്കത്തെ അട്ടിമറിച്ചു ഇല്ലേ? അപ്പോഴത്തേക്കാണ് AP അനിൽകുമാർ, ശൂരനാട് രാജശേഖരൻ ഇങ്ങനെയുള്ളവർ എഴുന്നേറ്റ് പറയുന്നത് ഇതാരോട് ആലോചിച്ചു, മറ്റേത് ചെയ്തോ മറിച്ച് ചെയ്തു. ഇവരെല്ലാം സൗകര്യപൂർവ്വം മറക്കുവാണ്. അന്നത്തെ പത്രങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, 2023 അവസാനം വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലാണ് മിഷൻ 25 നടപ്പിലാക്കാൻ സതീശനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് നടപ്പാക്കുന്നതിനകത്ത് എന്തിനാണ് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ഞാനതാണ് പറഞ്ഞത്. കട്ടന് പുറകിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന ഒരു സംഘം ആൾക്കാർ, അതുപോലെ തന്നെ കപ്പൽ മുക്കാൻ നോക്കിയിരിക്കുന്നവർ, സ്വന്തം പിന്നെ മാതൃപേടകത്തിന് തീ കൊടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഒരു സംഘം ആൾക്കാർ ചേർന്നാണ് ഈ പാർട്ടിയെ എല്ലാ കാലത്തും നയിക്കുകയും എല്ലാ കാലത്തും ഇതിനെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണ്. അപ്പോൾ അവരുടെ സാമാന്യ ബോധമോ അവരുടെ സാമാന്യ വിവേകത്തിനോ ഇതൊന്നും ബാധകമല്ല. എങ്ങനെ അധികാരത്തിൻ്റെ ഭാഗമായി പറ്റിപ്പിടിച്ച് നിൽക്കുക, കിട്ടുന്നത് തട്ടിക്കൊണ്ടു പോവുക, ഇതൊക്കെ അല്ലാതെ വേറെ മറ്റ് താല്പര്യങ്ങളില്ല. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു മിനിമം അജണ്ട പോലും ഇല്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. നിങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അടുത്ത 1.5 വർഷം നിങ്ങൾ ഈ പാർട്ടിയും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീണ്ടും പുറത്തിരിക്കാം. പിണറായി വിജയൻ 3ാമതും വരും. നിങ്ങളുടെ മേൽ സ്റ്റീം റോളർ കയറ്റി നിങ്ങളുടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കും. ആ ബോധമാണ്, ആ വിവേകമാണ് ഈ കോൺഗ്രസിൻ്റെ ഈ സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നത്. അല്ലാതെ സതീശനെ മാറ്റിയത് കൊണ്ടോ സുധാകരനെ മാറ്റിയത് കൊണ്ടോ ഇനിയും ഗാന്ധിജിയെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ചാലോ ഒന്നും രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിവേകമാണ് ഈ പാർട്ടിയുടെ നേതൃത്വമോ ഈ പാർട്ടിയുടെ നേതാക്കൾക്ക് കാണിക്കേണ്ടതായിട്ടുള്ളത്. ഈ അനാരോഗ്യത്തിൻ്റെ പേരിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്നത്. പക്ഷേ സുധാകരൻ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു കലങ്ങിത്തെറിയെല്ലാം എങ്ങനെ തോൽക്കാം എന്ന് ആവർത്തിച്ച് ചർച്ച ചെയ്യും പോലെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ കപ്പൽ മുക്കും, അതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. അല്ല ഞങ്ങൾ അധികാരം പിടിക്കുമെന്നല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമെന്നല്ല പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടോ? ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ? ഇല്ലല്ലോ. കാരണം ഇതാണ് പണി. പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ പുറകിൽ കൂടെ വന്ന് കുത്തുക, അല്ലെങ്കിൽ അവരെ തള്ളിയിടുക. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് അവരുടെ അജണ്ടയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെന്നല്ല. ഈ പാർട്ടിക്കകത്ത് അലമ്പുണ്ടാക്കി പിന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ പറ്റുമോ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ 10-25 വർഷമായി നടക്കുന്ന ഒരു പ്രവണതയുണ്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത്. കോൺഗ്രസിൻ്റെ നയപരിപാടികളെ പുറത്തുപോയി വിമർശിക്കുക. എന്നിട്ട് അതാണ് ഏറ്റവും മഹത്തായ പാർട്ടി പ്രവർത്തനം വിശ്വസിക്കുന്ന ഒരു സംഘം നേതാക്കന്മാരുണ്ട്. അതായത് KPCC ഓഫീസിന് കല്ലെറിയുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം വിശ്വസിക്കുന്ന ഒരു സംഘം കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ സാധ്യതകളെ ഇല്ലാതാക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഏതാണ്ട് ഒരാളോളം സക്സസ് ആയിരുന്നു, ഒരുപാട് അഴിമതി ആരോപണം കൊടുത്തു. പക്ഷേ രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത വിഷയങ്ങളൊന്നും തന്നെ പാർട്ടി താഴേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മെച്ചപ്പെട്ട ഭരണം ഉണ്ടായിരുന്നപ്പോഴേ അതിനെ തകർക്കാൻ വേണ്ടി ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പരസ്യമായി നടന്ന് തീവട്ടിക്കൊള്ളയാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പറഞ്ഞ് ആ ഭരണത്തെ അട്ടിമറിച്ചു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഈ കോൺഗ്രസ്സുകാർ തന്നെ അവർ ഇരിക്കുന്ന കണ്ണാടി കൂടിന് നേരെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ ഛർദ്ദിക്കുക, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ അധികാരം ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവാത്തത്. ആ ബോധ്യം
ദേശീയ തലത്തിലുമില്ല, ഇവിടെയുമില്ല. ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരിക്കുന്ന ഞാൻ ഈ മുമ്പേ പേര് പറഞ്ഞ നേതാക്കന്മാർക്ക് അവർക്കൊക്കെ ഇങ്ങനെ ഒരു ബോധവും ബുദ്ധി ഉണ്ടാവേണ്ടതല്ലേ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സേഫായിട്ട് വന്ന് മത്സരിച്ച് ജയിച്ചു പോയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഇതാണ് നടക്കുന്നത്. അവർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? ഈ അലമ്പുണ്ടാക്കുന്നവരെ നിയന്ത്രിച്ച് നിർത്താനുള്ള ബാധ്യത അവർക്കില്ലേ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ? കാരണം അവർക്ക് ഇവിടെ അല്ലാതെ അവർക്ക് വേറെ വടക്കേന്ത്യയിൽ പോയി ജയിച്ച് ഇത്ര ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന സ്ഥലമില്ല. ആ ബോധ്യമെങ്കിലും അവർക്കുണ്ടാവട്ടെ. അവർ പോലും ഇതിനകത്ത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തുവാണ്, കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് വീണ്ടും അടുത്ത സാധ്യതയുള്ള സർക്കാരിനെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മാറ്റി നിർത്തിയിട്ട് അവർ ഒന്നീ പിണറായി വിജയൻ അല്ലെ BJP ആരെങ്കിലും കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് പോകും. ഇതൊരു ടീസർ മാത്രമാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയം അത്തരം ഘട്ടങ്ങളിൽ എത്തുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിനകത്ത് ഇതൊക്കെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ അതൊക്കെ മുൻകൂട്ടി കണ്ട് അത്തരം സാധ്യതകൾ ഒഴിവാക്കി മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ആരാ എന്ന് അവർക്ക് നേരത്തെ അവസരം കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഒക്കെ ആ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് അവർക്ക് പ്രവർത്തിക്കാനും അവരെ ജനങ്ങളുമായിട്ട് സംവേദിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാക്കണം. അതാണ് ബുദ്ധിയുള്ള പാർട്ടി ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്നും നടക്കില്ലല്ലോ. 11-ാം മണിക്കൂർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന ഈ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും നാട്ടുകാർക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിൽ വെള്ളം കോരാൻ നിൽക്കുന്നവനെ കൊണ്ടുവെക്കും. അവിടെയാണ് തോറ്റു പോകുന്നത്. കഴിഞ്ഞ തവണ കുറേ പുതുമുഖങ്ങൾ കൊടുത്തു. ഈ പുതുമുഖങ്ങൾ ആരാണെന്ന് പോലും ആർക്കും അറിയാൻ വയ്യാതായിപ്പോയി. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് വിജയസാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ എത്തിച്ചു കൊടുത്ത് അങ്ങനെ പണിയെടുപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാത്തുള്ളൂ. അത് ചെയ്യാനായിട്ട് ഒരു നേതാവ് തയ്യാറായി വരുമ്പോൾ അയാളെ കാല് പിടിച്ച് വലിച്ച് താഴെ ഇടാനുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തുന്നത്, ഈ നേതാക്കൾ നടത്തുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും പരിഹാസ കഥാപാത്രമാണ്. നിങ്ങളെ ഭരണം ഏൽപ്പിച്ചാൽ പിറ്റേ ദിവസം മുതൽ അടിപിടിയാവും. ഇപ്പം തന്നെ 1.5 വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഇപ്പോഴേ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് അതിൻ്റെ പേരിൽ അടി കൂടുന്ന വേറെ ഒരു സംഘം ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്കാണ് ഈ പാർട്ടി പോകുന്നു എന്നുള്ളൊരു സന്ദേശമാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് സാധാരണക്കാരായ വോട്ടർമാർക്ക് കിട്ടുന്നത്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആർക്കാണ് ആവശ്യം? കോൺഗ്രസ്സുകാർക്ക് അധികാരം വേണമെന്ന് താല്പര്യമുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. അല്ല ചുമ്മാ ഒന്നും നിങ്ങൾക്ക് അധികാരം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പോയി അവിടെ പോയി പിന്നെ ഈ തട്ടിപ്പ് കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലൊന്നും ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യത്തില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിനൊരു പൂർണ്ണതയിൽ എത്തിക്കുന്നവർക്ക് മാത്രമേ ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ കാലം അത്രയും കണ്ടിരിക്കുന്നത്.